പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗത്തിലേക്ക് അമ്മ എഴുന്നള്ളണമേ. ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ ഏറ്റെടുത്ത് തിരുക്കുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ സങ്കട നേരത്ത് ഞങ്ങൾക്ക് സഹായമായി അമ്മ കൂടെ ഇരിക്കണമേ. ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് പരിശുദ്ധ അമ്മയിലാണല്ലോ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഹൃദയഭാരങ്ങൾ അമ്മ ഏറ്റെടുക്കണമേ. വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്ക് വഴി തെളിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളിതാ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അതെല്ലാം ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതമായി അടയാളമായി അമ്മ കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളുടെ എല്ലാവരുടെയും അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസത്തിൽ നിന്നും, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, പട്ടിണിയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും അവരെ കാത്തു പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ക്യാൻസർ രോഗികളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഒരത്ഭുതം അവരുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കണമേ. അവർക്ക് പൂർണ്ണ സൗഖ്യം കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഹെർണിയയുടെ അസുഖം മൂലം ഭാരപ്പെടുന്ന മകളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വയറ്റിലുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ശരീരം തളർന്നു പോയവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിൻ്റെ ബലത്തെ അമ്മ വീണ്ടെടുത്തു കൊടുക്കണമേ. ആ മക്കൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ ശക്തമായി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോനാഥ, പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ അങ്ങയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളിലേക്കും ഈശോയെ അങ്ങ് കടന്നു വരണമേ. അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ. ഈശോനാഥ, ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അങ്ങ് ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനത്തിൽ വരുവാനും അങ്ങയുടെ പൊന്മുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഏറെ പ്രതീക്ഷയോടെ വിദേശത്തേക്ക് ജോലിക്കായി പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അമ്മ ഇടപെടണമേ. ആ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു ജോലി കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് പോകാനായി പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവർക്ക് നേരെ എല്ലാ വാതിലുകളും തുറന്നു കൊടുക്കണമേ. അവരാഗ്രഹിക്കുന്ന ദേശത്ത് അമ്മ അവരെ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അമ്മേ മാതാവേ, ഓപ്പറേഷൻ ചെയ്യുന്ന വേളകളിലെല്ലാം അമ്മ അവരോടൊപ്പമായിരിക്കണമേ. ആ ഡോക്ടർമാരിലൂടെയും നഴ്സുമാരിലൂടെയും എല്ലാം അമ്മ പ്രവർത്തിക്കണമേ. അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓരോ മക്കളുടെയും ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് അമ്മ സ്വർഗം തുറന്ന് കടന്നു വരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സ്വർഗത്തിൽ നിന്നുമുള്ള ജ്ഞാനം അവരിലേക്ക് ഒഴുക്കണമേ. അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവർ തകർന്നു പോകുവാനോ തളർന്നു പോകുവാനോ അമ്മ അനുവദിക്കരുതേ. കവചമാകുന്ന നീല മേലങ്കയ്ക്കുള്ളിൽ അവരെ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ
ഓരോന്നായി അവർക്ക് നേരെ തുറക്കണമേ. സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. അടഞ്ഞുപോയ എല്ലാ വാതിലുകളെയും അമ്മയുടെ ശക്തമേറിയ മാധ്യസ്ഥതയാൽ തുറക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളിതാ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കിലും വരവിലും വഴിവാഹനങ്ങളിലും യാത്രാമധ്യത്തിലും കൂട്ടുകെട്ടുകളിലുമെല്ലാം അമ്മ ഞങ്ങൾക്ക് കാവലായി തുണയായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളെ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബത്തിലേക്ക് സമാധാനമായി സന്തോഷമായി അമ്മ കടന്നു ചെല്ലണമേ. ആ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാവിധ തകർച്ചകളിൽ നിന്നും എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ആ കുടുംബത്തെ അമ്മ കാത്ത് പരിപാലിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, അവർക്ക് ബുദ്ധിയും വിവേകവും കൊടുക്കണമേ. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ അമ്മ അവരെ പഠിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റെ വേദന അനുഭവിച്ച് ജീവിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിലേക്ക് സമാധാനമായി സന്തോഷമായി അമ്മ കടന്നു ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നു, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയാൻ പോകുന്നു എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, ഞങ്ങൾ അങ്ങയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് അനുഗ്രഹമായി അമ്മ കടന്നു വരണമേ. വിശുദ്ധിയോടുകൂടി ഉടമ്പടിയിൽ ജീവിപ്പാൻ ഞങ്ങളെ അമ്മ പഠിപ്പിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരത്തിലേക്ക് ഹൃദയം നുറുങ്ങുന്ന വേദനകൾ അർപ്പിച്ചു പ്രാർത്ഥിച്ചിരിക്കുന്ന ഈ മക്കളെ എല്ലാവരെയും അമ്മ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് അമ്മ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ കാത്തുകൊള്ളണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.